So thank you, Ranjit, for the wonderful intro. Let's start with ഞാൻ മാർക്കറ്റിൽ എപ്പോഴും ചെല്ലുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് വൈ ഇൻഷുറൻസ്. ലൈക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് മരിച്ചാൽ മാത്രമല്ലേ പൈസ കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഞാൻ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ വീട് അടച്ചിട്ട് ഒരു 1 വീക്ക് ഒരു ടൂർ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ വീട്ടിലെ ഗോൾഡ് എല്ലാം കള്ളന്മാര് വന്ന് കൊണ്ടുപോയെന്ന് വിചാരിക്കുക. ഹൗ ഡു യു ഫീൽ? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരാവുന്ന 3 കള്ളന്മാരാണ് ഇത്: ഡിസീസ്, ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്. ഡിസീസ് കാണുമ്പോഴത്തേക്ക് സോണിച്ചേട്ടനോട്ട് കാറ്റഗറി ക്ലാഷ് കൊണ്ടുവന്നതല്ല. ഇൻഷുറൻസിൽ ഡിസീസിന് ഒരു വലിയൊരു പങ്കുണ്ട്. അതായത് നിങ്ങൾ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. വൺസ് നിങ്ങൾക്ക് ഒരു ക്യാൻസർ അതുപോലെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. സോ കിട്ടുമ്പോൾ എടുത്തോണം, തോന്നുമ്പോൾ കിട്ടുന്നില്ല. ആൻഡ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം വേണം, നമ്മുടെ ആക്ടർ ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആള് ജീവനോടെ ഉണ്ട്, പക്ഷെ ഡിസേബിൾ ആണ്. സോ ഡെത്ത് മാത്രമല്ല, ഡിസേബിലിറ്റി ഫാക്ടറിലും നമുക്ക് ഇൻഷുറൻസിന്റെ ഗുണം കിട്ടുന്നതാണ്. പിന്നെ ഡെത്ത്, ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ട് തന്നെ മരിച്ച നമ്മുടെ ആക്ടർ മരിച്ചല്ലോ. ഐ തിങ്ക് ഈസ് ഇൻ ഹിസ് 50s. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ പുള്ളിയുടെ ഫാമിലിയെ പറ്റി? ഇപ്പൊ എല്ലാവരും അവരെ സഹായിക്കാനായിട്ടുണ്ട്. എത്ര നാൾ ആ ഫാമിലിക്ക് ഒരു സഹായം കിട്ടുമായിരിക്കും? ലൈക്ക് 6 months അല്ലെങ്കിൽ 1 year. സോ അത് കഴിഞ്ഞിട്ട് ആ ഫാമിലി എങ്ങനെ ജീവിക്കും നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടോ? സോ എനിക്ക് ഇൻഷുറൻസ് വേണ്ടെന്ന് എനിക്ക് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ട, പക്ഷെ നിങ്ങളുടെ ഫാമിലിക്ക് വേണം. അതായത് നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മമാർക്ക് വേണം, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വേണം. പിന്നെ ഇതൊരു വാട്ട് ഈസ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ പ്ലസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു പീസ് ഓഫ് മൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദെൻ ഇത് ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ദെൻ വൈ ഷുഡ് യു ചൂസ് LIC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LICയുടെ നെറ്റ് പ്രോഫിറ്റ് 48,151 crores ആണ്. ആൻഡ് LIC is one of the top 5 companies in India. ആൻഡ് LICയുടെ അസറ്റ് എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ GDP-യെക്കാട്ടിലും കൂടുതലാണ്. ആൻഡ് 280+ million പോളിസി ഹോൾഡേഴ്സ് ആണ് LICക്ക് റൈറ്റ് നൗ ഉള്ളത്. അത് ഇന്തോനേഷ്യയുടെ പോപ്പുലേഷനെക്കാട്ടിലും കൂടുതൽ വരും. ആൻഡ് LIC ഹാസ് 70% ഓഫ് മാർക്കറ്റ് ഷെയർ. 25ഓളം കമ്പനികൾ പ്രൈവറ്റ് ഉണ്ടായിട്ടും സ്റ്റിൽ LIC ഹാസ് ദ 70% ഓഫ് മാർക്കറ്റ് ഷെയർ. ദെൻ ഇത് വൈ ഷുഡ് ലൈക്ക് പല ഇൻവെസ്റ്റ്മെന്റും കൂടെയാണല്ലോ, ലൈക്ക് ഇൻഷുറൻസ് മാത്രമല്ലല്ലോ. സോ വൈ ഷുഡ് യു ചൂസ് LIC ഓവർ സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കഥ പറയാം. അതായത് ഈ 1990 നല്ലപോലെ ജപ്പാനിലെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവിടെ ഒരു ക്രൈസിസ് വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകുന്നത്. അതായത് അന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ആ 1 ലക്ഷം രൂപ കിട്ടാനായിട്ട് 2024 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് 30 വർഷം കഴിഞ്ഞാണ് 1 ലക്ഷം ഇട്ട ആൾക്ക് എന്നാ പറയുക, നമ്മൾ ഗ്യാരൻഡ് ആയിട്ടുള്ള പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് മാർക്കറ്റിന്റെ വൾനറബിലിറ്റി നമുക്കില്ല. You can Google it, like great എന്നൊക്കെ പറഞ്ഞ സംതിങ് ഉണ്ട്. പിന്നെ സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് LICക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്കിപ്പം ലോകത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അതായത് LIC നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന each and every പെന്നിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി. അതായത് LIC ഈ പൈസ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുമെന്ന് നിങ്ങൾക്ക് ബോർഡിൽ 8ാമത്തെ പേജിൽ അശോക ചക്രം വെച്ച് എഴുതി ഒപ്പിട്ട് തരുന്നുണ്ട്. ദെൻ ഡ്യുവൽ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് LICയിൽ പ്രീമിയം അടയ്ക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് 80Cയിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന പൈസയും 1010D പ്രകാരം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ജീവൻ ലക്ഷ്യ, LICയിൽ 2 പ്ലാനുകളാണ്. ജീവൻ ലക്ഷ്യ തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു പ്ലാൻ അല്ല, നിങ്ങളുടെ സഹോദരനാണെന്ന് പറയും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കുട്ടിയുടെ പേരിൽ ഞാൻ ഒരു ജീവൻ ലക്ഷ്യ പോളിസി എടുക്കുക. നമുക്ക് 90 ദിവസം വരെ പ്രായമായ കുട്ടികളെ 3 മാസമായ കുട്ടികളുടെ പേരിൽ എടുക്കാം. ഇപ്പൊ എൻ്റെ കുട്ടിയുടെ പേരിൽ ഞാൻ ഒരു 1 കോടി രൂപയുടെ ജീവൻ ലക്ഷ്യം എടുത്തു കഴിഞ്ഞാൽ അടുത്ത 18 മുതൽ 25 വർഷം വരെ നമുക്ക് ടേം വെക്കാം. 25 വർഷം ഞാൻ ടേം വെച്ച് കഴിഞ്ഞാൽ 25ാം വർഷം 2,60,00,000 രൂപ കിട്ടും. പക്ഷെ ഇതല്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ ഫസ്റ്റ് പ്രീമിയം അടച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു, ഉടനെ തന്നെ എന്റെ വീട്ടിൽ 1 കോടി രൂപ കൊടുക്കും. അടുത്ത 25 വർഷവും 10 ലക്ഷം രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുക. അതായത് ഞാൻ ഉണ്ടെങ്കിൽ എന്റെ കുട്ടിയെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്, അതേപോലെ തന്നെ അടുത്ത 25 വർഷവും അവന്റെ വിദ്യാഭ്യാസവും മറ്റ് കാര്യങ്ങൾക്കും ഒരു കോംപ്രമൈസും വരാതെ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. കൂടാതെ 25 വർഷം ഞാൻ ജീവിച്ചിരുന്ന ഈ കിട്ടേണ്ട 2,60,00,000 രൂപ വീണ്ടും ഒന്നും കൂടെ കൊടുക്കും. ദെൻ ഉത്സവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെൻഷൻ പ്ലാൻ ആണ്. നമ്മൾ കേട്ടിട്ടില്ലേ, സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാണ്. അതേപോലെയാണ്. അതായത്
ലൈക്ക് ഇപ്പം നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ മരിച്ചാൽ മാത്രമാണ്, ഞാൻ പറയും മരിച്ചാൽ മാത്രമല്ല റിസ്ക്, കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതും റിസ്ക് തന്നെയാണ്. കാരണം ഒരു 60-70 വയസ്സായി നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റാത്ത കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യം. കാരണം എന്താ, മരുന്നും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ എക്സ്പെൻസും. സോ ആ സമയത്ത് ഇപ്പം നിങ്ങൾ ഈ പെൻഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ലൈഫ്, നമ്മുടെ ഒരു ഗവൺമെന്റ് എംപ്ലോയിയെ പോലെ പെൻഷൻ വാങ്ങിക്കാൻ പറ്റും. ഇത് LIC ഇൻവെസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലാൻ ആണ്. ഇത് 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിന് 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ന് അതിന്റെ വാല്യൂ 1 crore പ്ലസ് ആണ്. 5 വർഷം കൊണ്ട് ഡബിൾ ആയ പ്ലാൻ ആണ്. ദെൻ ഇത് ഇൻഡെക്സ് മറ്റേ ഇൻവെസ്റ്റ് പ്ലസ് ഇൻഡെക്സ് പ്ലസ്. ഇപ്പം മാർക്കറ്റിൽ കുറെ മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടല്ലേ, വൈ ഷുഡ് യു ചൂസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ATCയിൽ ഡ്യുവൽ ടാക്സ് ബെനിഫിറ്റ് തന്നെ, അത് ATCയിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോർമൽ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹയർ സ്ലാബിൽപ്പെട്ട ഒരാളാണെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയെങ്കിൽ അത് 30% നിങ്ങൾ ടാക്സ് ഇൻകം ടാക്സോട്ട് അടക്കേണ്ടി വരും. പക്ഷെ ഇതിന് 10(10D) ഉള്ളത് കൊണ്ട് തന്നെ, അത് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക 5 പൈസ വരെ ടാക്സ് അടക്കേണ്ടില്ല. 2.5 ലക്ഷം രൂപ വരെ ഇയർലി അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇതൊരു സാമ്പിൾ ഒരു ഇതാണ്. അതായത് 30,000 രൂപ വെച്ച് ഒരാൾ 30 വയസ്സുള്ള ഒരാൾ അടുത്ത് 25 വർഷം LICയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് കോർപ്പസ് ഹി ക്യാൻ ക്രിയേറ്റ്, ലൈക്ക് 30,000 വെച്ചാണ് 9.20 crores rupees കോർപ്പസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ 9.2 crore rupees നിങ്ങൾക്ക് അവസാനം വരെ കിട്ടുള്ളൂ 25 വർഷം എങ്ങനെ? അല്ല, നിങ്ങൾക്ക് ഇതാണ്ട് ഇത് ഫസ്റ്റ് ഡേ തൊട്ട് എങ്ങനെയാണ് 25 വർഷം കൊണ്ട് ലൈക്ക് 5 കോടി രൂപയുടെ ലിക്വിഡ് ക്യാഷ് ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട്. സോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇത് ഈ പറയുന്ന ഏത് കാര്യത്തിന് വേണമെങ്കിലും, അതായത് നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ട്, മാരേജ് ഫണ്ട്, എമർജൻസി ഫണ്ട്, റിട്ടയർമെന്റ് ഫണ്ട്, അസറ്റ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് ഡ്രീം നീഡ്സ്. ദെൻ വൈ ഷുഡ് യു ചൂസ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് എന്റെ ഫാദറായിട്ട് തുടങ്ങിയാണ് 36 വർഷമായി സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് 8 years ആയിട്ട് ഞാനും ജോലി ചെയ്തേക്കുന്നു. ആൻഡ് സോ താങ്ക് യു.